നമ്മുടെ സ്ക്വിഡ് ഗെയിംസ് സീരീസ് ഉണ്ടല്ലോ, അത് സൗത്ത് കൊറിയയിൽ നടന്ന ഒരു ഡാർക്ക് ആയിട്ടുള്ള റിയൽ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. 1988 സോൾ ഒളിമ്പിക്സ് നടക്കുന്നത്. സൗത്ത് കൊറിയന്റെ ക്യാപിറ്റൽ അവർ ഒളിമ്പിക്സ് നടത്താൻ പോവുകയാണ്. ഒരു ഒളിമ്പിക്സ് നടത്തുകയാണെങ്കിൽ എന്തൊക്കെ വേണം? കുറേ സ്ഥലങ്ങൾ വേണം, പുതിയ സ്റ്റേഡിയംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൊത്തം ലുക്ക് തന്നെ, ഒരു സിറ്റിയുടെ ലുക്ക് മാറ്റണം. അതായത് ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരും ഈ ചെറിയ അനാഥരും അങ്ങനത്തെ കുറെ ആൾക്കാരില്ലേ, അവരിനെയൊക്കെ ഒഴിപ്പിക്കണം. അപ്പൊ സൗത്ത് കൊറിയൻ ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ, ഈ പിച്ചക്കാരനെ പോലത്തെ ഈ റോഡിലൊക്കെ കിടക്കുന്ന ആൾക്കാരിനെയൊക്കെ കൊണ്ടുപോയിട്ട് വെൽഫെയർ ഹോംസുകളിൽ കൊണ്ട് താമസിപ്പിച്ചു. ഇങ്ങനെ താമസിപ്പിക്കുന്ന ആൾക്കാരിൽ കുട്ടികൾ വരെ ഉണ്ട്. അതുകൂടെ ആലോചിക്കണം. ഒളിമ്പിക്സ് കഴിയുന്നവരെ എന്തായാലും ഇവരെ പുറത്തുവിടാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 36 വെൽഫെയർ ഹോംസുകൾ സ്റ്റാർട്ട് ചെയ്തു വരും. അതിലെ ഒരെണ്ണത്തിന്റെ പേരാണ് ബ്രദേഴ്സ് ഹോം എന്നുള്ളത്. ഈ ബ്രദേഴ്സ് ഹോമിന്റെ ഒരുപാട് ഫോട്ടോസും ഒരു ഡാർക്ക് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പുറത്ത് മാത്രമേ ഈ വെൽഫെയർ ഹോംസ് എന്ന് പേരുള്ളൂ. ഇതിന്റെ അകത്ത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ തോന്നിവാസങ്ങളായിരുന്നു. അതായത് ഇവരൊന്നും റെക്കോർഡഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ഇവരിനെ ഇപ്പോൾ ഒരാളെ കൊന്നാൽ തന്നെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇവർക്ക് പ്രോപ്പർ രേഖ പോലും ഉണ്ടാവില്ല, ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അന്ന് ഒരുപാട് പേര് ഈ ബ്രദേഴ്സ് ഹോമിലേക്ക് പോയെങ്കിലും അതിലെ കുറെ ആൾക്കാരൊന്നും തിരിച്ച് വന്നിട്ടില്ല. അതാണ് സത്യം. അവരൊന്നും എങ്ങോട്ട് പോയി എന്ത് ചെയ്തു എന്നൊന്നും ഒരാൾക്കൊരു പിടിയില്ല. നിങ്ങൾക്ക് സ്ക്വിഡ് ഗെയിംസിന്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് കണക്റ്റ് ആവും.